ഹായ് ശ്രീകണ്ഠ സാർ, നമസ്തേ. നമസ്കാരം. അങ്ങയുടെ എല്ലാ വീഡിയോയും നല്ലതാണ്, ജനങ്ങൾക്ക് കാണാനും കേൾക്കാനും ഓരോന്നും മനസ്സിലാക്കാനും. അതേപോലെ നമ്മുടെ കേരളത്തിലെ രണ്ട് പാർട്ടിയും, കോൺഗ്രസ് ആയാലും CPM ആയാലും, അവർ എന്തൊക്കെ ആയാലും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുമുണ്ട്, ചെയ്യാൻ ഇരിക്കുന്നുമുണ്ട്. അതേപോലെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സംവിധാനത്തെ കുറ്റം പറയുകയും വില കുറച്ച് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിലെ സകല എണ്ണമൊന്ന് ജീവിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സംവിധാനം അത്രയും നല്ല സംവിധാനം അതിൻ്റെ പേരിലാണ് ജീവിക്കുന്നത്. ഇന്ത്യയിലെ ചെറുതും വലുതും ജനങ്ങൾ ഇന്ന് ജീവിക്കണമെങ്കിൽ കേരളം വേണം. അത്രയും നമ്മുടെ നാട്ടിലെ സംവിധാനവും നമ്മുടെ നല്ല ആയതിൻ്റെ പേരിലാണ്. മോഡി സർക്കാരിനൊരു വലിയ മോഡി സർക്കാർ ചെയ്ത എന്താ, ഇന്ത്യനെ ലെവലപ്പാക്കി, വിദേശ രാജ്യത്തിനോടൊപ്പം ലെവലപ്പാക്കി, നമ്പർ 1 ആക്കി. അത് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതേപോലെ മിലിറ്ററിക്കാരെ എല്ലാ രീതിയിലും അവർക്കെല്ലാം വേണ്ടുന്ന കാര്യം കറക്റ്റാക്കി, എല്ലാ കാര്യങ്ങളും. ഈ രണ്ട് കാര്യവും ആൾ ചെയ്ത നല്ല കാര്യം തന്നെയാണ്, നല്ല സേവനമാണ്. അങ്ങനെ ആ മന്ത്രിക്ക് സല്യൂട്ട്. അതേപോലെ തന്നെ ഇടത്തരം ആൾക്കാർ സകല എണ്ണവും ഇന്ന് ജീവിക്കണമെങ്കിൽ നമ്മുടെ കേരളം വേണം. അവിടെ എന്താ, വ്യവസായമില്ല, സ്കൂളില്ല, ടീച്ചറില്ല, മാസ്റ്ററില്ല. പല രീതിയിലും അവർ ഓരോ മക്കളുമാർ പറഞ്ഞു കേട്ട് നമ്മൾ സങ്കടം വരും. സകല മക്കളുമാരിന്ന് കേരളം ഒരു ക്ലാസ്സിലും പഠിക്കാത്ത മക്കളുമാരാണ്. 18 വയസ്സും 20 മക്കളുമാർ ഇന്ന് നമ്മുടെ ഹോട്ടലിലായാലും മറ്റുള്ള ജോലി ചെയ്യുന്നത്. നമുക്ക് എല്ലാവരെയും വേണം, ഇന്ത്യയിലുള്ള എല്ലാ മക്കളുമാരും വേണം. നമ്മുടെ നിയമ സംവിധാനങ്ങൾ അത്രയും നല്ല അതിൻ്റെ പേരിലാണ്. ഇവിടെ കടത്തിനെ വരെ കിടന്നുറങ്ങുന്നത് അന്യ സംവിധാനം. എന്താ, നമ്മുടെ നിയമ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും അത്രയ്ക്കും നല്ല ആയതിൻ്റെ പേരിലാണ്. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ എങ്ങും കാണാൻ പറ്റില്ല ഒരാളെപ്പോലെ ഒരു റോഡ് സൈഡിൽ. നമ്മുടെ നാട്ടിലോ രാഘവലാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സംവിധാനത്തെ കുറ്റം പറയുമ്പോൾ ഇതോടൊന്ന് ചിന്തിക്കുക. ഹായ്.